ഹലോ ചങ്ങായിമാരെ, നമ്മുടെ ഡ്രാഗൺ ചാനലിൻ്റെ ആദ്യത്തെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബോളിവുഡ് സിനിമയായ ദേവേനെ പറ്റിയാണ്. ഈ സിനിമയിൽ നടനായിട്ട് വരുന്നത് ഷാഹിദ് കപൂറാണ്. നമ്മുടെ മറ്റേ ജബ്ബി മീറ്റിലെ നടനൊക്കെയാണ്. ജബ്ബി മീറ്റ് ഭൂരിപക്ഷം ആൾക്കാർ കണ്ട് കാണുമായിരിക്കും, ഒരു ബോളിവുഡ് സിനിമകളൊക്കെ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ. പിന്നെ നടിയായിട്ട് പൂജ ഉണ്ട്, വലിയ പ്രയോജനമൊന്നുമില്ല. ചുമ്മാ സാധാരണ എല്ലാ സിനിമയിലും, ഒരു കൊമേഴ്ഷ്യൽ സിനിമയിലൊക്കെ, തെലുങ്ക് സിനിമയിലൊക്കെ കൂട്ടുള്ള ഒരു നായകൻ ഉണ്ടെങ്കിൽ അതിനെ ചൊറിയാനും മാതാനും ഒക്കെ ഉള്ള ഒരു നടി, അത്രയേ ഉള്ളൂ പൂജ ഹെഗ്ഡെ. പിന്നെ ഈ സിനിമ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ മലയാളം ഡയറക്ടറായ റോഷൻ ആൻഡ്രൂസാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ മുംബൈ പോലീസിൻ്റെ റീമേക്കും കൂടിയാണ് ഈ സിനിമ. ഇനി ഈ സിനിമ മുംബൈ പോലീസിൻ്റെ അത്രയും ത്രില്ലിങ്ങും അതോ അതിനെക്കാട്ടി കിടിലമാണോ ഒക്കെ നമുക്ക് നോക്കാൻ വരുവാണെങ്കിൽ, സത്യമായിട്ട് എനിക്ക് സിനിമ ബിലോ ആവറേജ് എക്സ്പീരിയൻസേ തന്നിട്ടുള്ളൂ. മുംബൈ പോലീസിൻ്റെ 7 അയലത്ത് പോലും നമ്മുടെ ദേവ സിനിമ എത്തത്തില്ല. ഈ സിനിമയിൽ അവർ ക്ലൈമാക്സ് ഒക്കെ മാറ്റി പിടിച്ചിട്ടുണ്ട്, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷേ മാറ്റി പിടിച്ചെങ്കിലും നല്ലൊരു ക്ലൈമാക്സ് തന്നെ ആക്കണ്ടേ. ഇതിപ്പോൾ മുംബൈ പോലീസ് കാണാത്തവരാണെങ്കിലും നേരെ ഒരു ഒറിജിനൽ പടം കാണുന്ന ഒരു ദേവ കാണുവാണെങ്കിലും അവർക്ക് തുടക്കം തൊട്ടേ മനസ്സിലാവും, ആരാ പ്രതി, ആരെ കൊലയൊക്കെ ചെയ്തതെന്ന്. അതിനെക്കാട്ടി വേഗം എനിക്ക് തോന്നിയത്, ഈ ക്ലൈമാക്സിനെക്കാട്ടി വേഗം എനിക്ക് തോന്നിയത് മുംബൈ പോലീസിൻ്റെ ആ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് തന്നെ ഇതിനകത്ത് ഇടണമായിരുന്നു. ഇത് ഒരുമാതിരി പിന്നെ അത് അവരൊക്കെ ഇഷ്ടം. പിന്നെ ഈ സിനിമ ഹിന്ദിക്കാർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ മുംബൈ പോലീസ് കൂട്ടി പൊക്ക ത്രില്ലിങ് കൂട്ടല്ലേ, ഇതിനകത്ത് കുറച്ച് നല്ലോണം കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ഒക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിനകത്ത് തോന്നിയത് ഷാഹിദ് കപൂറിനെയാണ്. പുള്ളിക്കോരൻ തുടക്കം തൊട്ട് അവസാനം വരെ കിണ്ണമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ ബാക്കിയുള്ളവരുടെ പെർഫോമൻസിൻ്റെ കാര്യം വലിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമ എന്തിനാണ് എടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ റോഷൻ ആൻഡ്രൂസിനൊരു ഹിന്ദി സിനിമ എടുക്കണമെന്ന് തോന്നി, പുള്ളീൻ്റെ സ്ക്രിപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് മുംബൈ പോലീസിൻ്റെ സ്ക്രിപ്റ്റ് അങ്ങ് എടുത്ത വിട്ടു, ഒരു ഫോഴ്സ്ഫുള്ളി എടുത്ത വിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമ ഭയങ്കര ലാഗാണ്. ഞാൻ എണീറ്റ് പോകാൻ വരെ എനിക്ക് തോന്നി. ഞാൻ പിന്നെ എങ്ങനെയും ഒന്ന് കണ്ടു തീർക്കണമെന്നുള്ള ഒരു മൈൻഡ് ആയതുകൊണ്ട് ആ ഫസ്റ്റ് ഹാഫ് എങ്ങനെയൊക്കെയോ കണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ആ ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ വരുമ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ നമ്മളെ കാണാൻ അത്യാവശ്യം കണ്ടിരിക്കുകയായിരുന്നു ആ സെക്കൻഡ് ഹാഫ്. പക്ഷേ അത് സെക്കൻഡ് ഹാഫ് ഇത്തിരി ഹൈ ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും പിന്നെയും കൊണ്ടേ കുളം തോണ്ടും. അങ്ങനെയാണ് ഈ സിനിമേൻ്റെ ആർക്ക് പോകുന്നത്. ഇത്തിരി ഹൈ ആവും, പിന്നെ നല്ലോണം താഴെയാവും, പിന്നെ ഇത്തിരി ഹൈ ആവും, പിന്നെ നല്ലോണം ഡൗൺ ആവും, പിന്നെ ഇത്തിരി ഹൈ ആവും, നല്ലോണം ഡൗൺ. ലാസ്റ്റൊക്കെ ഒന്നും പറയണ്ട. പിന്നെ എന്തിനാണ് ആ എൻഡ് ക്രെഡിറ്റ് സീനൊക്കെ കൊണ്ട് വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു നായകനെ ന്യായീകരിക്കാൻ വേണ്ടി എന്ത് പറയാനാ. ഞാൻ പിന്നെ ഈ സിനിമയിൽ എനിക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 1 ടൈം വാച്ചബിൾ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുക. സമയമില്ലാത്തവരാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ സിനിമ കാണണ്ടെന്നേ പറയും. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.